ആദ്യം തന്നെ ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളി, ക്യാരറ്റ്, തക്കാളി, വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇനി അതൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. നല്ലോണം വഴണ്ട് കിട്ടണമെന്നില്ല, ചെറുതായിട്ടൊന്ന് ചൂടായി കിട്ടുകയേ വേണ്ടൂ. പിന്നെ അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് കഴുകി വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇനി അതും ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സാക്കി എടുക്കാം. ഇനി അതിലേക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ആവശ്യത്തിനായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കാം. കുറച്ചുകൂടി വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അതൊന്ന് ജസ്റ്റ് ഒന്നുകൂടി മിക്സാക്കി എടുക്കാം. ഇനി അത് അടച്ചു വെച്ച് കൊടുക്കാം. ഇപ്പോൾ അത് നല്ല രീതിക്ക് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അതൊന്ന് ജസ്റ്റ് ഇളക്കി കൊടുത്തതിന് ശേഷം അതിൽ നിന്ന് ചിക്കൻ എടുത്ത് മാറ്റി വെക്കാം. ചിക്കൻ എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് ചെറുതായി കട്ട് ചെയ്തെടുക്കാം. ഇനി ആ കട്ട് ചെയ്തിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നല്ല രീതിക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് വെള്ളം എടുക്കുക. അതിലേക്ക് കോൺഫ്ലവർ പൊടി ഇട്ട് കൊടുക്കാം. ഇനി അതൊന്ന് നല്ല രീതിക്കൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നല്ല രീതിക്ക് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് കോൺഫ്ലവർ പൊടി കലക്കി വെച്ചത് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒന്ന് മിക്സാക്കി എടുക്കാം. ഇനി അതൊന്ന് നല്ല രീതിക്കൊന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ ഇത് കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കാം. ഇനി അത് നല്ല രീതിക്കൊന്ന് മിക്സാക്കി എടുത്ത് ഇപ്പോൾ സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചിക്കൻ സൂപ്പ് എല്ലാവരും ട്രൈ ചെയ്യണം. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.